ഗാമർ, ദാലത്ത്, ഹേ, വാവ്, സൈൻ, ഹേസ്, തേസ്, യോഡ്, കാഫ്, ലാമത്ത്, മീൻ, ന്യൂൻ, സെമക്കസ്, യേ. ഇത് ഉണ്ണിയപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പിടി, കോഴിക്കറി, പാച്ചോറ്. ഇത് കുറച്ച് മോഡേൺ ആണെങ്കിലും നസ്രാണികളുടെ ആഹാരമായ ബീഫും ഏത്തക്കാപ്പവും, പിന്നെ നമുക്ക് നേർച്ച അവല് വിളയിച്ചത്, കപ്പയും മീൻകറിയും, ചെണ്ടമുളയും കപ്പയും മീൻ വറുത്തതും, ക്രിസ്മസ് ഈസ്റ്റർ ദിവസങ്ങളിൽ ഒരുക്കുന്ന പ്രധാന വിഭവമാണ്. ഉണ്ണിയപ്പവും പഴവും മരിച്ച ദിവസം 7 അങ്ങനത്തെ ആചാരങ്ങളുടെ ഇടയ്ക്ക് ആദ്യം വിളമ്പുന്നതാണ് പിന്നെ കുമ്പള മധുരം മരിച്ച് 7-ാം ദിവസം എന്താണ് 7-ന് അന്ന് ആദ്യം വിളമ്പുന്നത്. ഉണ്ണിയപ്പവും പഴവും പാലം കൊണ്ട് വന്ന പാപം അപ്പം കൊണ്ട് ചേർത്തുന്നുള്ള ഇത്. പിന്നെ എക്സ്കാപ്പവും ബീഫ് കറിയും, ഇപ്പോഴത്തെ ഒരു മലബാർ സ്റ്റൈലൊരു ഫുഡ്. പിന്നെ ഇത് കോഴിക്കട്ട, പിന്നെ അവല് നനച്ചത്, പിന്നെ കപ്പയും പോത്തും തൈരുമല്ല, പിന്നെ കപ്പയും മീൻകറിയുണ്ട്, പിന്നെ പിടിയും. പഴംപുളിശ്ശേരി ചാറിൽ പിടിക്കുമ്പോൾ വഴുക്കണ മധുരമാം പഴം പോലെ വലയ്ക്കുന്നോളേ. പ്രിയപ്പെട്ട സാധനങ്ങൾ തന്നെയാണ്. പണ്ടത്തെ കാലത്ത് നല്ലപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവം തന്നെ ആയിരുന്നു. പിന്നെ ഇത് വട്ടയപ്പം, അത് കോഴിക്കട്ട ലാസന്റെ ശനിയാഴ്ച പണ്ടത്തെ കുടിക്കുമ്പോൾ വിയർ പാറ്റാനാടുത്തുവായോ. പത്തിരിത്താളിൽ നല്ല താറാവിൻ ചൂടുള്ള നാടൻ കറി വേണ്ടേ. ചൂടച്ചോരു പിടി പിടിക്കുവാൻ വിളമ്പട്ടെ മുളം കുറ്റി നിറഞ്ഞ പുട്ടൊരിക്കൽ കൂടി. അവതരിപ്പിച്ചിരുന്ന ചില കലാരൂപങ്ങളാണിവ. ഇത് പരിചയമുട്ടുകളി, റംബാൻ പാട്ട്, കോൽക്കളി, മാർഗംകളി. കേരളത്തിലെ ജ്ഞാനായ പാരമ്പര്യമായി അവതരിപ്പിച്ചു വരുന്ന ഒരു സംഘനൃത്തമാണ് മാർഗംകളി. കേരളത്തിലെ സുറിയാനി ക്രൈസ്തവരുടെ കലാരൂപങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഈ കലാരൂപം.